വീണ്ടും സുപ്രഭാതം, വീണ്ടും ഗിഫ്റ്റിലേക്ക് സ്വാഗതം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ശരിയായിട്ടുള്ള ബോധ്യങ്ങൾ, ഡീപ്പ് കൺവിക്ഷൻസ് കേട്ട് നമ്മുടെ അടിസ്ഥാനങ്ങൾ മാറാനുണ്ടെങ്കിൽ അതിനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചലഞ്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒന്ന് പിടിച്ചു കുലുക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാനം കർത്താവിനുള്ള സ്നേഹമാണോ? യഥാർത്ഥമായിട്ടുള്ള സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, വീണ്ടും ജനനം. രണ്ട്, വീണ്ടും ജനം കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കർത്താവിനോടുള്ള സ്നേഹം. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് പകരപ്പെടും. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മളെ ഒരാൾ അധികമായിട്ട് സ്നേഹിക്കുമ്പോൾ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനും തിരിച്ച് ദൈവത്തെ സ്നേഹിക്കാനും, ദൈവത്തെ മാത്രമല്ല ചുറ്റുപാടുള്ളവരെ സ്നേഹിക്കുവാനും. പിന്നീട് നമ്മൾ പണ്ട് പല കാര്യങ്ങളും നമ്മൾ പള്ളിയിൽ പോകുന്നതിൻ്റെ ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് മമ്മിയെ പഠിച്ചിട്ടാണ്. മമ്മിയല്ല വഴക്ക് പറയും. ആ ചെറുപ്പത്തിൽ തന്നെ ശീലമായിട്ട് ഞങ്ങൾ പഠിക്കാൻ പോയിടത്തൊക്കെയും സൺഡേസ് മിസ് ചെയ്യാതെ എവിടെയാണെങ്കിലും പോയി കുർബാന കാണുമായിരുന്നു. കാരണം അതങ്ങനെ ശീലം. കർത്താവിനുള്ള സ്നേഹത്തിനൊന്നുമല്ല, നമ്മുടെ മനസ്സിൽ ഒരു തൃപ്തിയാണ്. ഞായറാഴ്ച പള്ളിയിൽ പോയി ഇവിടെ എത്ര തരം ഇവിടെ യാത്ര പോകുമ്പോൾ പോകുന്ന വഴിക്ക് പള്ളിയിൽ കയറി കുർബാന കാണുന്നതിന് ഫുൾ ടൈം ഒന്നും കാണത്തൊന്നുമില്ല. നമ്മൾ കയറി നമ്മുടെ മനസ്സിൻ്റെ ഒരു കുറ്റബോധം മാറുന്ന ഒരു ലെവലുണ്ടല്ലോ, അത്ര സമയം കഴിയുന്നത്. ചിലപ്പോൾ പകുതി കഴിഞ്ഞിട്ടായിരിക്കില്ലെങ്കിൽ അത്രയും സന്തോഷം. അപ്പോൾ അച്ഛൻ പ്രസംഗം കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തീർക്കും. പിന്നെ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. എന്നാൽ കർത്താവിന് കൊടുക്കുകയും ചെയ്യും. ഏതാ ഈ കുർബാന. പക്ഷേ ഇപ്പോൾ എനിക്ക് ഞാൻ തിരിച്ചറിയുന്നുണ്ട് അതൊക്കെ ഒരു ഡെഡ് വർക്കായി. ഡെഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ചെയ്തതിൻ്റെ അടിസ്ഥാനം സ്നേഹമല്ലേ, എനിക്ക് കർത്താവുമായിട്ടുള്ളൊരു ഫെലോഷിപ്പ് അല്ലായിരുന്നു എൻ്റെ ഉദ്ദേശം. അത് എൻ്റെ ഒരു കുറ്റബോധം, എനിക്ക് ചെറുപ്പത്തിൽ നിന്ന് കിട്ടിയ ശീലം. അതിങ്ങനെ ചില ശീലങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കോഫി കുടിക്കുക എന്നുള്ള ശീലം അത് നമുക്ക് തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാലും ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നുള്ള ശീലം അങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിനപ്പുറത്തോട്ട് വേറെ ഒന്നും വേണം. ഒന്ന് ആത്മപരിശോധന ചെയ്തു എന്തായിരിക്കും. ഇപ്പോൾ അങ്ങനെയാണെന്നില്ല, പക്ഷേ പണ്ട് നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്തായിരുന്നു. അപ്പോൾ ഇനി വീണ്ടും ജനം നടന്ന ഒരു ദൈവത്തിന് ഇനി അതിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും കർത്താവിനുള്ള സ്നേഹത്തിലും കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നമ്മളെ ലീഡ് ചെയ്യുന്ന കാര്യങ്ങളുമാണ്. അപ്പം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഓടി നടന്ന് കർത്താവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇരിക്കാൻ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു എങ്ങനെ ഇവർക്ക് പറ്റുന്നു. പക്ഷെ ചില ആൾക്കാർ കർത്താവിനുള്ള സ്നേഹത്തിൽ അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ചില ആൾക്കാരുണ്ട്, അവർ ഏത് ജോലിയിൽ ഏർപ്പെട്ടാലും അവരത് അതുപോലെ ചെയ്യും. അപ്പം അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിരുന്നു. അവരെ കൊണ്ട് പറ്റുന്നതിൻ്റെ അപ്പുറമായിട്ട് ഒരു ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഏറ്റെടുത്ത് ആ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ കൂടെ ഏറ്റെടുത്തിട്ട് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര സ്ട്രഗിൾ ആണെങ്കിലും അവരുടെ ഒരു പാഷനാണ്. അപ്പം അവരൊരു ആത്മീയരാകുകയാണെങ്കിലോ എഗെയിൻ ദേ വിൽ ഡു ദ സെയിം തിങ്. അവർക്ക് ഒരു ചർച്ച പ്രസംഗിച്ചാൽ അപ്പോൾ അവർക്ക് അവിടെ വേറൊരു ഔട്ട്റീച്ച് തുടങ്ങേണ്ടി വരും. പിന്നീട് അവർക്ക് ഒരു ചാരിറ്റി ചെയ്യേണ്ടി വരും. പിന്നെ അവർക്കൊരു ഓർഫനേജ് ചെയ്യേണ്ടി വരും. പിന്നെ അവർക്ക് ഏതൊരു കോളങ്ങളിൽ പോയി വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ പുറമേ കാണുന്നവർക്കാണ് ഇവർക്ക് എന്തൊരു എനർജിയാണ്, അല്ലെങ്കിൽ എന്തൊരു തീഷ്ണതയാണ് കർത്താവിനോട്. പക്ഷേ കർത്താവിനോട് തീഷ്ണത അല്ലെങ്കിൽ എനർജിയുടെ അടിസ്ഥാനം കർത്താവിനുള്ള സ്നേഹമാണോ എന്നുള്ളത് അത് അവർക്കേ അറിയത്തുള്ളൂ കേട്ടോ. കർത്താവ് ഇതെല്ലാം കണ്ടുകൊണ്ടായിരിക്കുന്നത്. അപ്പം സ്നേഹത്തിലല്ല ചെയ്യുന്നെങ്കിലുണ്ടല്ലോ കർത്താവിനകത്ത് ഒരു സന്തോഷം തോന്നത്തില്ല. അത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പം കർത്താവിന് സന്തോഷം തോന്നണമെങ്കിൽ ഇപ്പം നമ്മുടെ മക്കൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ അവരൊരു ഡ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് എൻ്റെ അപ്പൻ എന്നെ ഇത്ര വളർത്തി, ഇനി ഞാൻ അങ്ങേർക്ക് എന്തെങ്കിലും ചെയ്തേക്കാം. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ഒരു പഴയ ഫ്രണ്ട്, അദ്ദേഹത്തിൻ്റെ അപ്പന് അത്യാവശ്യം നല്ല റിച്ചായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് എൻജിനീയറിംഗ് വിട്ടു. എൻജിനീയറിംഗ് വിട്ട് അദ്ദേഹത്തെ അത് കഴിഞ്ഞിട്ടതിന് ശേഷം ജോലിയായി. അല്ല, അതിന് മുമ്പ് എനിക്ക് എൻജിനീയറിംഗിന് ശേഷം വിട്ടു. അദ്ദേഹത്തിന് അതിനുശേഷം പുറത്ത് വിദേശത്ത് ജോലിയായി. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു താല്പര്യം തോന്നി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അച്ഛനാണ് സെമിനാരിൽ പോകും. അപ്പോൾ അപ്പൻ ആദ്യം വെച്ച കണ്ടീഷൻ, ഞാൻ ഇതുവരെ നിനക്ക് വേണ്ടി ചിലവാക്കിയ പൈസ നമ്മൾ തിരിച്ചു തന്നിട്ട് നീ പോകും. ഞാൻ കേട്ടത് അദ്ദേഹം ജോലി ചെയ്ത് ആ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ ചിലവായ തുക മുഴുവൻ അപ്പനെ ഏൽപ്പിച്ചിട്ട് സെമിനാരിൽ പോയി. പക്ഷെ അദ്ദേഹത്തിന് അച്ഛനാകാൻ പറ്റിയില്ല. അതിനകത്ത് വേറെ കഥകളുണ്ട്, അത് പോട്ടെ.
ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്ന് പറഞ്ഞ പോലെ എന്തിനോ വേണ്ടിയിട്ടൊരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല. എന്തെങ്കിലും പ്രതിഫലം കിട്ടാനോ, അല്ലെങ്കിൽ എൻ്റെ കുറ്റബോധം മാറാനോ, അല്ലെങ്കിൽ എൻ്റെ അപ്പനമ്മയോട് നേർന്നുകൊണ്ടോ ഒന്നും ഞാൻ ആത്മീയനായിട്ടൊരു കാര്യമില്ല. എൻ്റെ ആത്മീയതയുടെ ഒരേ ഒരു അടിസ്ഥാനം, ഡു ഐ റിയലി ലവ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്? യേശു ക്രിസ്തുവിനോട് എനിക്ക് സ്നേഹമുണ്ടോ, ഒരു പ്രണയബന്ധമുണ്ടോ? അല്ല എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്നെ നിയന്ത്രിക്കുന്നത്, എൻ്റെ കണ്ണിനെ, എൻ്റെ നാവിനെ, എൻ്റെ ചിന്തകളൊക്കെ ഞാൻ നിയന്ത്രിക്കുന്നതിൻ്റെ അടിസ്ഥാനം സ്നേഹമാണോ, അതോ നരകത്തിൽ പോകുന്നുള്ള പേടിയാണോ, അതോ മറ്റുള്ളവർ കാണും, മറ്റുള്ളവർ അറിഞ്ഞ് എന്നാ വിചാരിക്കുന്നുള്ള ചിന്തയാണോ? അതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ആലോചന. അല്ലെങ്കിൽ നമ്മളോട് തന്നെ നമ്മൾ ജഡ്ജ് അവർ സെൽഫ്. വാസ്തവമായിട്ടും ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ഒരു വചനം വായിക്കാം. നമുക്കെല്ലാം കേട്ടിട്ടുള്ള യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം, അതിൻ്റെ 15 മുതൽ. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ നപ്പിയോസിൽ, പക്ഷേ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ബാക്കി അടുത്ത എപ്പിസോഡിൽ കഥാ.